നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വന്ധ്യവയോധികയായ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ വിധവ കൂടിയാണവർ. ഒപ്പം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ ED കുറ്റപത്രം നൽകിയ വാർത്തകൾ 2-3 ദിവസമായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന യോഗത്തിൽ തന്നെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തൊട്ടടുത്ത് ഒരു സെല്ല് കാണിച്ചു തന്നു. ആ സെല്ലിലാണ് എൻ്റെ മുത്തച്ഛൻ 13 വർഷം തടവനുഭവിച്ചത്. അതിൽ ഒരു 10 വർഷം കിടക്കാൻ എനിക്കും യാതൊരു മടിയുമില്ല. ഇത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ആ വാക്കുകൾ കേൾക്കാം. मैं वहां पे इंटरोगेशन हो रहा था, वहां पे एक सेल पड़ा हुआ था, वो लॉकअप होता है, वो इंटरोगेट कर रहा है मुझे. मैं सोच रहा हूं यार मेरे परदादा 12 साल ऐसे सेल में बैठे थे, कम से कम 10 साल तो मुझे भी जाना चाहिए. കേട്ടല്ലോ, നിർഭയനായ ഒരു മനുഷ്യൻ ഒപ്പം ഭൂതകാലത്തിൻ്റെ ചരിത്രങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയമായി പലതരത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയമാകുമ്പോഴും ഏതാണ്ട് ഡസനിലധികം കേസുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസംഗങ്ങളുടെ പേരിലും അതിലെ പദപ്രയോഗങ്ങളുടെ പേരിലും എടുത്തെടുത്ത് ഏതെല്ലാം തരത്തിൽ അദ്ദേഹത്തെ തളയ്ക്കാമോ എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അയോഗ്യത പോലും സൃഷ്ടിച്ച് എന്തെല്ലാം രീതിയിൽ തളയ്ക്കാമെന്ന് വിചാരിച്ചിട്ടും നിർഭയനായി ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ. അദ്ദേഹമാണ് മുത്തച്ഛനെ ഓർമ്മിപ്പിച്ചത്. അതെ, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്. മോട്ടിലാൽ നെഹ്റുവിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ കൊടിയ സമ്പന്നനായ ഒരു മനുഷ്യൻ തൻ്റെ മകനെ ഏറ്റവും ഉന്നതമായ കോളേജിൽ പഠിപ്പിക്കുന്നു. തീരുന്നില്ല, പഠിച്ചു പുറത്തിറങ്ങുന്ന വേളയിൽ ആ കോളേജിൻ്റെ 3 വാതിലുകളിലും 3 കാറുകളെത്തുന്നു. കാരണം ഇഷ്ടമുള്ള വാതിലിലൂടെ പുറത്തിറങ്ങാൻ ജവഹർലാലിന് സ്വാതന്ത്ര്യമുണ്ട്. ഏത് വാതിലിലൂടെയാണോ പുറത്തിറങ്ങുന്നത് അവിടെ വാഹനമുണ്ടാകും, അതിൽ കയറി വീട്ടിലേക്ക് പോകാം. അത്ര സമ്പന്നമായ സാഹചര്യം. അദ്ദേഹത്തിൻ്റെ പിതാവിന് ആകട്ടെ ബ്രിട്ടീഷ് ഭരണാധികാരികളും അത്തരം ആളുകളോടും നല്ല സൗഹൃദം, നല്ല ബന്ധം. ആ സൗഹൃദത്തിൻ്റെ തണലിൽ തൻ്റെ മകനെ ഒരു ലോകമറിയപ്പെടുന്ന വലിയ അഭിഭാഷകനോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റോ ഒക്കെ ആക്കുവാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ജവഹർലാലിൻ്റെ മനസ്സിലേക്ക് വന്നത് അതൊന്നുമായിരുന്നില്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു. അദ്ദേഹമൊക്കെ ജയിൽവാസം അനുഭവിക്കുമ്പോൾ ഒരിക്കലും ആ ജീവിതകാലയളവിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമെന്നോ തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്നോ ഒന്നും വിചാരിച്ചില്ല. എന്നാൽ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോഴോ ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ എത്രയോ ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വ്യത്യസ്തങ്ങളായ സ്വത്തുക്കൾ രാജ്യത്തിനു വേണ്ടി ദാനം നൽകി കടന്നുപോയ ഒരു മനുഷ്യൻ്റെ പിൻതലമുറക്കാരനെയാണ് ഈ പറയുന്ന കോടികളുടെ കണക്കെഴുതി തളയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. രാഹുലിൻ്റെ വഴിയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഒരിക്കലും രാജീവ് ഗാന്ധി തൻ്റെ മകനെ അത്തരമൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എല്ലാവരും പറഞ്ഞിരുന്നത് ഷൈയാണ്, ഒരു ഉൾവലിക്കാരനാണ് എന്നൊക്കെയാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നിർഭയത്വം എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണെന്നും നിലപാട് എന്ന വാക്കിൻ്റെ ആഴമെന്താണെന്നും ഒരു രാജ്യത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മേൽ ജനങ്ങളർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ തെളിവാണ്. ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ തെരുവുകളിലും ഗ്രാമങ്ങളിലുമൊക്കെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും അപ്പുറത്ത് ഒരു ഇന്ത്യ എന്ന ആത്മാവിനെ ചേർത്ത് വെക്കാൻ, ജനങ്ങളെ കാണാൻ അവരോടൊപ്പം സഞ്ചരിച്ച ആ അനുഭവങ്ങളുടെ കരുത്ത് അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ഓരോ കേസുകൾ വരുമ്പോഴും ജയിൽവാസത്തിന് തയ്യാറാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും തൻ്റെ ഏറ്റവും അടുപ്പമുള്ള പൊളിറ്റിക്കൽ സർക്കിളിനോട് അത് വെളിവാക്കുകയും ചെയ്യുമ്പോഴും അതിൽ നിന്നൊക്കെയും കോടതി നൽകുന്ന പരിരക്ഷയോടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ EDയുടെ ചോദ്യം ചെയ്യലിൻ്റെ കഥയിൽ തൻ്റെ മുത്തശ്ശൻ കിടന്ന ജയിലറയിൽ 10 വർഷം കിടക്കുന്നതിന് മടിയില്ല എന്ന് പറയുന്നതിലൂടെ ഒരിക്കൽ കൂടി അധികാരത്തെക്കാൾ ഉപരി നിർഭയത്വവും നിലപാടുമാണ് തന്നെ നയിക്കുന്നതെന്ന് വെളിവാക്കുകയാണ് രാഹുൽ ഗാന്ധി. ആ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്.